ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പോകാൻ വേണ്ടി പോണത് പെരുവണ്ണാമൂഴിയിലേക്കാണ്. അപ്പോൾ പോണേക്കാൾ മുന്നേ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്രോളൊക്കെ അടിച്ചു. ഏകദേശം നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പെരുവണ്ണാമൂഴി കേട്ടോ. ഒത്തിരി പേർക്ക് അറിയുണ്ടാവും. അപ്പോൾ അതിനുശേഷം നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഉള്ളിലേക്ക് നടന്നു. ഒരുപാട് തിരക്കും കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സൈഡിൽ നോക്കുമ്പോൾ പാർക്കിൽ മക്കളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരം അതൊക്കെ കണ്ടു. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. ഡാമിൻ്റെ മുകളിലേക്ക് നടക്കണമല്ലോ. അപ്പോൾ അവിടെ നോക്കും, ഒരു വാഴ പോലത്തെ ഒരു സംഭവം. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക ഭംഗിയുള്ള ചെടീൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഈ സൈഡിൽ നോക്കിയപ്പോഴേക്കും ഒട്ടും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ കല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിവിടുന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്ത്. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വെയിലായിരുന്നു. അപ്പോൾ ഞാനിതാ എന്നെ തന്നെ ഒരു ഹൈ കാണിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കാണാൻ വേണ്ടിയിട്ട് കുറേ കല്ലും അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് വെള്ളവും രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വെറുതെ ഒന്ന് കാണാമെന്നുള്ള രീതിക്ക് പോയതാണ്. ഞാനതിന് മുന്നേയും കണ്ടിട്ടുണ്ട്. അപ്പം എന്നാലും വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് പോയതാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് നോക്കുമ്പം എല്ലാം ഒരുമിച്ച് കാണാമല്ലോ. അപ്പം അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം മുകളിലേക്ക് കയറിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ നമുക്ക് കാണാം. മുകളിൽ നല്ല ടോപ്പിൽ നിന്ന് നമുക്ക് കാണുമ്പോഴുള്ള വ്യൂ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ നേരം അവിടെ നിന്നില്ല. പിന്നെ വരുന്ന വഴിക്ക് നമ്മുടെ പേരും കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കുറേ ആൾക്കാർ അങ്ങനെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വിചാരിച്ചു എന്നാൽ അവിടെ തന്നെയുള്ള മുതല വളർത്ത് കേന്ദ്രത്തിലും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നമ്മളിതാ മുതല വളർത്ത് കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തി. നമ്മൾ ടിക്കറ്റ് അവിടെ എടുക്കണമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എടുത്തു. ശേഷമായിട്ടും വെള്ളം വാങ്ങാൻ പോയതാണ്. ഈ മുതലേനെ കണ്ടോ? ഇതിനൊരു അനക്കവും ഇല്ല കേട്ടോ. ഇത് എപ്പോഴാണ് അനങ്ങുകയെന്ന് ഞാൻ കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് യാതൊരു വിധത്തിലുള്ള ഒരു ഭാവവ്യത്യാസം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ കുറേ പാമ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. കുറേ പാമ്പുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഫിഗാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴേക്ക് ഒരു സ്ഥലമുണ്ട്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെയും കൂടെ പോകണം കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു നല്ല പച്ചപ്പ് നിറഞ്ഞ വെള്ളവും അതുപോലെ തന്നെ നല്ലൊരു സ്ഥലമാണ്. അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് നേരെ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കിതാ മുതലേനെ ഞാൻ ഒന്നും കൂടെ നോക്കുന്നുണ്ട്. ആ മുതലയ്ക്ക് വല്ല വ്യത്യാസം ഉണ്ടോയെന്ന്. അത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. ആ വെള്ളത്തിലുള്ള മുതല പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള വെള്ളം കൂടെ കുടിച്ചതിന് ശേഷം നമ്മൾ കുറേ കഥയൊക്കെ പറഞ്ഞ് നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. ഇവിടെ ഭയങ്കര ഭംഗിയായിരുന്നു. അതിന് ശേഷം നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ജാനകിക്കാട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ പോയിട്ട് വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. കുറച്ച് നടക്കാനുണ്ടെന്നേ ഉള്ളൂ. കുറച്ചൊരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഈ യാത്ര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത് ഇഷ്ടപ്പെടും. എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷേ ഒരു വെള്ളം ഒക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒപ്പിക്കാം. നമ്മൾ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്നു. കുറച്ച് സമയത്ത് ആ വെള്ളമൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ അവിടുന്ന് വിട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാര്യമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ നമ്മളിതാ അവിടെ ഒരു കഫേയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ സ്വന്തം ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ബിരിയാണി എത്തി. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഒരു മിൻറ്റ് ലൈമും ഐസ്ക്രീമൊക്കെ കുടിച്ചു. അത്രയേ ഉള്ളൂ. ബൈ.